Yes. Start ചെയ്താലോ? Yeah. So shall we start? 35 are there. Yes. Yes. Okay. ശരി. സോ അപ്പം ഉറക്കാതിരിക്കാനുള്ള ശ്രമമൊക്കെ നടത്താൻ പോവാണ്. I will try to make it as interesting as possible with some low-level jokes and all, or with some mimicry and all. Okay. So hopefully it's not mimicry that what we are here to see, but still I believe this new technique, by this new technique, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ചില ട്രിക്കുകളൊക്കെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. Anyway, let's see. So we will start. So all the pictures are taken from internet, then Wikipedia, Geeks for Geeks, etc. are referred. ഈ സ്ക്രീൻ ഇപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലെ? ഇത് ഞാൻ ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ, ശരി, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ മെസ്സേജ് പറയാം, ഇല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, സോ വി ഡോണ്ട് ഹാവ് ടൈം. 1 മണിക്കൂറിനകം നമുക്ക് 4 ഡിഫറെന്റ് ടോപ്പിക്സ് തീർക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ബൈനറി ട്രീ. സോ ബൈനറി ട്രീ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് കണ്ട് കാണുമായിരിക്കും. അപ്പം എന്തായാലും ഈ സെമസ്റ്റർ ഒക്കെ തീർന്ന സ്ഥിതിക്ക് സോ യു മൈറ്റ് ഹാവ് സീൻ ബൈനറി ട്രീ. സോ ക്വിക്ക്ലി നമുക്ക് ഈ ഒരു 2 സ്ട്രക്ചർ ഒന്ന് നോക്കി നോക്കാം. സോ ദർ ഇസ് വൺ സ്ട്രക്ചർ വിച്ച് represents something like a plus b within bracket the whole into c and a plus b into c. So there are 2 structures that we are seeing over here. ഇങ്ങനത്തെ ചില ട്രീന് എന്തോ ചില പേരൊക്കെ നിങ്ങൾ പറയുമായിരുന്നല്ലോ. എനിവൺ? എന്തെങ്കിലും എന്തോ ഒരു എക്സ്പ്രഷൻ ട്രീ. ഓക്കെ, ഓക്കെ, എക്സ്പ്രഷൻ ട്രീ മെസ്സേജിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗുഡ്. സോ എക്സ്പ്രഷൻ ട്രീസ്. സോ അപ്പൊ എക്സ്പ്രഷൻ ട്രീസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈ എക്സ്പ്രഷൻ ട്രീ, നമുക്ക് എക്സ്പ്രഷൻ ട്രീ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വേറെ ഒന്നും അറിയില്ല, വെറുതെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ് ആർ ദർ. അപ്പൊ ഓപ്പറൻസ് ആയിരിക്കും ഇതിന്റെ ലീഫ് നോട്ട്സിൽ വരുന്നത്. അപ്പൊ എന്താണ് ലീഫ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എ നോഡ് ഇൻ വിച്ച് ദർ ആർ നോ അതർ ചിൽഡ്രൻ. ഏതെങ്കിലും ഒരു നോഡിന് ചിൽഡ്രൻ ഇല്ലാത്തതിനെയാണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്കകത്ത് താഴത്തേക്ക് വേറെ നോഡുകളൊന്നുമില്ല, ബിക്കകത്തും താഴത്തേക്കില്ല, സിക്കകത്തും താഴത്തേക്കില്ല. സോ ഇങ്ങനത്തെ തന്നെയാണ് എന്ത് പറയുന്നത്, ലീഫ് നോഡ്സ്. വേറെ അതർ നോഡ്സ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചിൽഡ്രൻ ഉണ്ട്. സോ അപ്പൊ ഇത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ട്രീ എന്ന് പറയുന്നത്, ആക്ച്വലി ഞാൻ ട്രീ എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ എക്സ്പ്രഷൻ ട്രീ പറയുകയാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ എ പ്ലസ് ബി ഇൻറ്റു സിക്കകത്ത് ആദ്യം നടക്കേണ്ട ഓപ്പറേഷൻ എന്തായിരിക്കും? ബി ഇൻറ്റു സി ആണോ അതോ എ പ്ലസ് ബി ആണോ? ഇതിന്റെ 2 ഓപ്പറേഷനാണ് മെയിൻലി ഉള്ളത് അല്ലേ? There is that addition operation and multiplication operation. Which one should happen first in this tree, in this first one? ടൈപ്പ് ചെയ്യാൻ വിഷമാണെങ്കിൽ അൺമ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞാൽ മതി. അയ്യോ, പെട്ടെന്ന് സമയമില്ല. അഡീഷൻ ആയിരിക്കും നടക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും 2 നോഡായിട്ട് നമ്മൾ വരയ്ക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു പ്ലസ്
എന്നുള്ളത് വരയ്ക്കുന്നു. ഇനിയോ ആ എ പ്ലസ് ബിനെ എന്ത് ചെയ്യുന്നു? ഇൻറ്റു സി ചെയ്യുന്നു. അപ്പൊ സി എന്ന് പറയുന്ന നോഡിലേക്ക് വീണ്ടും കണക്ട് ചെയ്യാൻ കൂടെ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ എ പ്ലസ് ബി ദ ഹോൾ ഇൻറ്റു സി എന്നുള്ളത് കിട്ടിയത്. വേറെ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ ആദ്യം നടക്കുന്ന ഓപ്പറേഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് അഡീഷൻ, ഇറ്റ് ഈസ് ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് വിൽ ഹാപ്പൻ ഫസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബി സി എന്ന് പറയുന്ന രണ്ട് നോഡ്, ആ രണ്ട് നോഡിനെയും കണക്ട് ചെയ്തിട്ട് ആ ഇൻറ്റു എന്ന് പറയുന്ന ഓപ്പറേഷൻ അവിടെ എഴുതും, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അവിടെ ഡ്രോ ചെയ്യുന്നു. എന്നിട്ടോ എ ഈ ബി ഇൻറ്റു സിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. എങ്ങനെ കണക്ട് ചെയ്യുന്നു? ഒരു പ്ലസ് വെച്ച് കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ വെറുതെ ക്വിക്ലി ഒരു ഇത് പറഞ്ഞത് മാത്രം. വി വോണ്ട് ബി ലുക്കിംഗ് ഇൻ ടു ഡീറ്റെയിൽ അബൌട്ട് ദിസ് എക്സ്പ്രഷൻ ട്രീ ആൻഡ് ഓൾ. ഓക്കെ, ശരി. അപ്പോ സാധാരണ അപ്പൊ ബൈനറി ട്രീയുടെ പ്രത്യേകത എന്താ? ഇപ്പൊ നമ്മൾ മുമ്പേ കണ്ടത് ഒരു ബൈനറി ട്രീ തന്നെയാണ്. ഒരു ട്രീയുടെ ഒരു നോഡിൽ നിന്ന് എത്ര താഴത്തേക്ക് വരകൾ വേണേലും വരാം. അതാണ് ഇൻ ജനറൽ ട്രീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബൈനറി ട്രീക്ക് എന്തായിരിക്കും? ഓരോ ട്രീക്കകത്തും അറ്റു 2 നോഡ്സ് മാത്രമേ ചിൽഡ്രൻ ആയിട്ട് വരികയുള്ളൂ. സോ ദിസ് ഈസ് എ നോഡ് വിച്ച് ഈസ് അറ്റ് ലെവൽ 0. അപ്പം നമുക്ക് റൂട്ട് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലെവലിലാണുള്ളത്? ലെവൽ 0-ല്. സാധാരണ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ +1 എന്ന് പറയും. സോ ദിസ് ഈസ് അറ്റ് ഹൈറ്റ് 1. അപ്പൊ ആ നോഡ് മാത്രമാണെങ്കിൽ ഹൈറ്റ് 1 ആണ് എന്ന് നമുക്ക് പറയാം. സോ ദിസ് ഇസ് ലെവൽ 1-ല് 2 ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ലെവൽ ഐയിൽ എന്തുണ്ടാവും? 2 പവർ ഐ കാണും അല്ലെ? നമുക്ക് ഇവിടെ 2 പവർ 0 വിച്ച് ഇസ് 1. അടുത്ത ലെവലിലോ ആ ബിയും സിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നോട്ട്സ് ഉണ്ട്? 2 നോഡ് ഉണ്ട്, വിച്ച് ഇസ് 2 പവർ 1. അടുത്ത ലെവലിൽ എത്ര വരുന്നുണ്ട്? ഈ ഓരോ 2 2 പേര് വെച്ചുണ്ട്. സോ അപ്പം 4 വന്നു. സോ 8 ഇങ്ങനെ ഇരട്ടിച്ച് പോകും. ഓക്കെ, സോ what will be the number of nodes at level 10? Any quick answer at level 10? Any quick answer? Yes, exactly 1024. കുറെ പേര് 1024 ഇട്ടു. വെരി ഗുഡ്. സോ 2 പവർ 10 എന്ന് പറയുന്ന 1024 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഗുഡ്. ശരി. ഇപ്പൊ ഇനി അടുത്തത് നമുക്ക് സാധാരണ ചോദിക്കാറുള്ള സാധനമാണ് ഫുൾ ബൈനറി ട്രീ വേഴ്സസ് കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് സാധാരണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ എന്ത് ഈ ഫുൾ ബൈനറി ട്രീ, കംപ്ലീറ്റ് ബൈനറി ട്രീ? ഫുൾ ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി ട്രീ ഇൻ വിച്ച് എവറി നോഡ് ഹാസ് ഐദർ 0 ചിൽഡ്രൻ ഓർ 2 ചിൽഡ്രൻ. ഒന്നുകിൽ മക്കളില്ല അല്ലെങ്കിൽ 2 പേർ. സോ ഫോർ എവറി നോഡ് യു സി ദാറ്റ് പാറ്റേൺ. അതിനൊരു റിക്കേഴ്സീവ് ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. സോ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ഇത് നിങ്ങളെ ഉറക്കത്തിലേക്ക് നയിക്കാനുള്ളൊരു സാധനമാണ്. അത് കാരണം ഇതങ്ങ് നോക്കിയാൽ മതി. ഞാൻ എന്തായാലും അയച്ചു തരുന്ന കാരണം. സോ ഒരു ഫുൾ ബൈനറി ട്രീയുടെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇഫ് ദർ ആർ L leaves, there will be L-1 internal nodes. അങ്ങനെയൊക്കെ ചില ഇതുണ്ട്. പിന്നെയോ ബൈനറി ട്രീ വിത്ത് L leavesന് എത്ര ഇൻ ടോട്ടൽ എത്ര നോട്ട്സ് കാണും? നമുക്ക് L leaves ഉണ്ടെങ്കിൽ L-1 ഇന്റേണൽ നോട്ട്സ് കാണും. അപ്പൊ ഇൻ ടോട്ടൽ എത്രയാ? L-ഉം L-1. 2L 2L-1. അങ്ങനെയാണ് എന്താ ദ ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ഇൻ എ ട്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് നോട്ട്സ് ഇൻ എ ഫുൾ ബൈനറി ട്രീ കിട്ടുന്നത്. ഇത് സാധാരണ നിങ്ങളുടെ ഈ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യനോ അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കുന്ന ചില നമ്പേഴ്സ് ആണ്. ഇങ്ങനെ ഫുൾ ബൈനറി ട്രീ വിത്ത് ഇത്ര നോട്ട്സ് ഉണ്ട്, അതിന്റെ എത്ര ലീവ്സ് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കും. ഓക്കെ, ശരി. ദെൻ കംസ് കംപ്ലീറ്റ് ബൈനറി ട്രീ. അപ്പൊ ഈ കംപ്ലീറ്റ് ബൈനറി ട്രീ ഇതിന്റെ ഒരു സ്ട്രക്ചർ നോക്കൂ. ഈ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ് എന്ന് പറയുന്നു. ഇത് ഈ 3 എണ്ണത്തില് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഫുൾ ബൈനറി ട്രീ ഉണ്ടോ? ഈസ് ദ ഫസ്റ്റ് വൺ എ ഫുൾ ബൈനറി ട്രീ? യെസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക, നോ ആണെങ്കിൽ നോ നോ നോ. രണ്ടുപേരും നോ അടിച്ചാരണം, ബാക്കി എല്ലാവർക്കും നോ അടിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ ബൈനറി ട്രീ. എന്തുകൊണ്ടാണ്? കാരണം ഈ ബിക്കകത്ത് നമുക്ക് ഫുൾ ബൈനറി ട്രീയിൽ നമ്മൾ എന്താ പറഞ്ഞത്? എവറി നോട്ട് ഷുഡ് ഹാവ് ഐദർ 0 or 2. ഈ ബിനെ സംബന്ധിച്ചിടത്തോളം എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. അത് പറ്റില്ല. ഒന്നുകിൽ 2 പേര് വേണം, അല്ലെങ്കിൽ 0 വേണം. സോ വാട്ട് അബൌട്ട് ദിസ് വൺ, ദിസ് സെക്കൻഡ് ട്രീ? Is this a full binary tree? Second one. Yes. കറക്റ്റ് ആണ്. നോക്കി നോക്ക്, നമുക്ക് ഏത് നോഡ് എടുത്തു കഴിഞ്ഞാലും ഒന്നുകിൽ
ചൈൽഡ് ആരും ഇല്ല, അല്ലെങ്കിൽ 2 ഉണ്ട്. വെരി ഗുഡ്. ഇനി മൂന്നാമത്തതോ ഇറ്റ് ഇസ് നോട്ട് എ ഫുൾ ബൈനറി ട്രീ. കാരണം എന്തുകൊണ്ടാ? വെരി ഗുഡ്. ഇതിന്റെ അകത്ത് ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ അപ്പൊ കംപ്ലീറ്റ് ബൈനറി ട്രീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ലെവലിലുള്ള എവറി ലെവൽ എക്സെപ്റ്റ് പോസിബിളി ദ ലാസ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്. അതായത് നമ്മൾ ആ ലാസ്റ്റ് ലെവൽ മാത്രം ഒന്ന് മറച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ലെവലിലും നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെവൽ എടുത്തു കഴിഞ്ഞാലും അവിടെ എത്ര നമ്പർ ഓഫ് നോട്ട്സ് കാണും? 2n നമ്പർ ഓഫ് നോട്ട്സ് കാണും. ഇൻഫാക്ട് നമുക്ക് ഓരോ ലെവലിലും എത്ര നോട്ട്സ് വരാം? ഓരോ ലെവലിലും ആണ് ലെവലെങ്കിൽ ലെവൽ നമ്പർ എല്ലിന്റെ അകത്ത് 1 മുതൽ 2n വരെ ഏത് വേണേ വരാം. നമുക്ക് സോ all other levels except the last one കംപ്ലീറ്റ് ബൈനറി ട്രീയിൽ എത്ര എണ്ണം ഉണ്ടാവും? 2n ഉണ്ടാവും. അപ്പൊ ലാസ്റ്റ് ലെയർ മാത്രം ഒന്ന് മറച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ലെവലിലും ഏതാണോ ലെവൽ ആ ലെവൽ 2n ലെവൽ നമ്പർ ഓഫ് നോട്ട്സിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇനി അടുത്ത ഒരു സാധനവും കൂടെ, ഒരു പെർഫെക്റ്റ് ബൈനറി ട്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടേമും കൂടെ ഉണ്ട്. If there are 2n nodes at the last level also, ആ ലാസ്റ്റ് ലെവൽ നോക്കിയപ്പോഴും 2n ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് ബൈനറി ട്രീ. ഓക്കെ. സോ ഈ 3 പിക്ചർ വെച്ചിട്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു ഫുൾ ബൈനറി ട്രീ ആണ്, ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീക്ക് എക്സാമ്പിൾ ആണ്, ഇതൊരു പെർഫെക്റ്റ് ബൈനറി ട്രീക്ക് എക്സാമ്പിൾ ആണ്. നോക്കൂ, കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കംപ്ലീറ്റ് ബൈനറി ട്രീസ് ഫുൾ ബൈനറി ട്രീസ്? അല്ല എന്ന് ചിലർ പറയുന്നു. അതാ നോക്കി നോക്കൂ, കംപ്ലീറ്റ് ബൈനറി ട്രീയിലെ എല്ലാ നോഡുകളും ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കും. അപ്പൊ ഈ 1ന്റെ താഴെ 3, 4 വന്നു. ഈ 2ന്റെ റൈറ്റ് ചൈൽഡ് ആയിട്ട് 5നെ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ല. എങ്ങനെ പറ്റുള്ളൂ? ഇഫ് ദയർ ഇസ് എ നോഡ് വിച്ച് ഇസ് സം നോഡ് നമ്പർ 5 ഉണ്ടെങ്കിൽ അത് എവിടെ പോകാൻ പറ്റുള്ളൂ? ആ 2 എന്ന് പറയുന്ന നോഡിന്റെ ലെഫ്റ്റ് ചൈൽഡ് ആയിട്ട് വരാനേ പറ്റുള്ളൂ. ഇനി അടുത്ത ഒരു നോഡും കൂടെ 6ഉം കൂടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയായി? ഇങ്ങനെയാണ്. ഓക്കെ. സോ ഇതാണ് കംപ്ലീറ്റ് ബൈനറി ട്രീ, ഫുൾ ബൈനറി ട്രീ. ഇത് ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് ഡ്രോ എ ഫിഗർ ഓൾസോ. അതൊന്നൊന്ന് എൻഷുർ ചെയ്തോണേ. ഓക്കെ, ശരി. ഇനി ഈ ട്രീനെ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? അറേ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ മോസ്റ്റ്ലി നിങ്ങൾ കണ്ടിരിക്കുന്നത് ഒരു ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ഒക്കെ ആയിരിക്കും. സോ ഇതിനെ അറേ വെച്ച് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. സോ ദിസ് ഇസ് ദ അറേ റെപ്രസെന്റേഷൻ ഫോർ ദിസ് പെർട്ടിക്കുലർ ട്രീ. എന്താ ചെയ്തത്? സോ നമ്മൾ റൂട്ടിനെ അറേയുടെ ഇൻഡെക്സ് 0യിൽ കീപ്പ് ചെയ്തു. അപ്പൊ അതിന്റെ ലെഫ്റ്റ് ചൈൽഡോ ഇൻഡെക്സ് 1ൽ, റൈറ്റ് ചൈൽഡോ ഇൻഡെക്സ് 2. ഓക്കെ. സോ അപ്പൊ ബി എന്ന് പറയുന്നത് അറ്റ് ഇൻഡെക്സ് എത്രയാണ്? 1 ആണ്. അതിന്റെ ലെഫ്റ്റ് ചൈൽഡ് എത്രയിലാണ്? 2, 3. അപ്പൊ 1ന്റെ ലെഫ്റ്റ് ചൈൽഡ് 3ൽ വേണം, റൈറ്റ് ചൈൽഡ് 4ലും വേണം. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചൈൽഡ് ഓഫ് നോഡ് അറ്റ് എനി ഇൻഡെക്സ് ഐ എന്ന് പറയുന്നത് എവിടെ കാണാൻ പറ്റും? 2 × i+1ലും റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് 2 × i+2ലും കാണാൻ പറ്റും. സിമ്പിൾ എക്സാമ്പിൾ, i = 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വാല്യൂ കിട്ടി? 1. ഇതിലോ 2. സോ 0 എന്ന് പറയുന്ന ഇൻഡെക്സിൽ എ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ചൈൽഡ് എവിടെ കാണണം? 2 × 0 + 1 which is 1. 1ൽ പോയി നോക്കിയപ്പോ ബി കണ്ടു. 2 × 0 + 2 2 എന്ന് പറയുന്ന ആ ഇൻഡെക്സിൽ പോയി നോക്കിയപ്പോൾ സി കണ്ടു. ഓക്കെ. അപ്പൊ തിരിച്ചും കൂടെ ചോദിക്കാം. എങ്ങനെ? ഇത് നിങ്ങൾക്ക് ഇതും നേരത്തെ പറഞ്ഞത് ഇതിങ്ങനെ ഡയറക്ട്ലി ഇങ്ങനെ ഇഫ് ദ പാരന്റ് ഈസ് അറ്റ് നോഡ് ഇൻഡെക്സ് വാട്ട് ഈസ് ഓർ ഇഫ് ദർ ഈസ് എ നോഡ് അറ്റ് ഇൻഡെക്സ് കെ വേർ വിൽ ഇറ്റ് പാരന്റ് ബി എന്നൊന്നും ചോദിക്കില്ല. ബട്ട് ഇത് നിങ്ങൾ വല്ല ഹീപ്പ് സോർട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീപ്പ് സോർട്ടിന്റെ ഇംപ്ലിമെന്റേഷൻ സമയത്ത് വരുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇതേപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റ ഉപകാരപ്പെടും. പിന്നെ ഇനി അല്ലാതെ വെറുതെ ഇതായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറേ റെപ്രസെന്റേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 2 ലൈനും കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി ഓക്കെ, നമുക്ക് നല്ല ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു ഇതുണ്ട്. അപ്പൊ ഇതെന്താ പറയുന്നത്? നമുക്ക് ഇൻഡെക്സ് കെയിൽ ഏതെങ്കിലും ഒരു അപ്പം വെറുതെ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് സ്മോൾ ഇൻഡെക്സ് കെ
ഇൻഫാക്ട് സ്മോൾ കെ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ പാരന്റ് എവിടെ എന്നുള്ളത് നോക്കണമെങ്കിൽ അതിന്റെ പാരന്റിന്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എങ്ങനെയാണ്? k-1/2. നമുക്ക് വേണേ നേരത്തെ ഇത് തന്നെ ഒന്ന് നോക്കി നോക്കാം. സി ബി എന്ന് പറയുന്നത് എത്രയായിരുന്നു? ഇൻഡെക്സ് 1 ആയിരുന്നു. സോ വാട്ട് വിൽ ബി ദിസ് വാല്യൂ ഓഫ് ദിസ് k-1/2 ഫ്ലോർ? ഇതിനെയാണ് ഫ്ലോർ എന്ന് പറയുന്നത്. ഫ്ലോർ സീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. സോ വാട്ട് വിൽ ബി ദിസ് ബി എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത്? ഇൻഡെക്സ് 1-ലാണ്. സോ 1 - 1 0/2 0. 0-ൽ തന്നെയാണ് എ ഉള്ളത്. ഇനി ഇതിന്റെ കേസ് ആണെങ്കിലോ സി എന്ന് പറയുന്നതോ? സി എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നത്? ഇറ്റ് ഈസ് അറ്റ് ഇൻഡെക്സ് 2. അപ്പൊ അതിന്റെ പാരന്റും എന്താ? ഈ ഒരു ഫോർമുല വെച്ച് കിട്ടണ്ടേ പാരന്റിന്റെ ഇൻഡെക്സ്. അപ്പൊ 2 - 1 which is 1 1/2 0.5. 0.5ന്റെ ഫ്ലോർ എന്തായി? വീണ്ടും 0 തന്നെ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? വേണം വലിയൊരു വേറൊരു നമ്പർ നമുക്കൊന്ന് ഓടിച്ചു നോക്കണോ? ഈ എച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും അതിന്റെ ഇൻഡെക്സ്? ഇത് 0, ഇത് 1 2 3 4 5 6-ലായിരിക്കും. ആ 6 എന്ന് പറയുന്നതിന്റെ പാരന്റ് എവിടെ എന്നുള്ളത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? 0 1 2. 6ന്റെ 2 എന്ന് കിട്ടുമോ? ഇത് പ്രകാരം 2 എന്ന് കിട്ടുമോ? കിട്ടും. കാരണം എന്തുകൊണ്ടാ? 6 - 1 which is 5. 5/2 2.5 ആണ് അതിന്റെ ഫ്ലോർ എടുക്കുമ്പോഴത്തേക്ക് 2 തന്നെ. സോ 0 1 2 2 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് ഇതുള്ളത് എന്നും കിട്ടും. ഓക്കെ, സോ ഇതൊക്കെ വെറുതെ നമുക്ക് അടിച്ചടിച്ചു വിടുവാണേ. സോ ഇതേപോലെ ഈ അറേ റെപ്രസെന്റേഷൻ പോലെ വേറൊരു റെപ്രസെന്റേഷൻ മോസ്റ്റ്ലി. അപ്പൊ ഈ അറേ റെപ്രസെന്റേഷന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ബ്ലാങ്കുകൾ വരുന്നുണ്ട്. ഇനി ഈ ഒരു ട്രീ എന്ന് പറയുന്ന കഷ്ടകാലത്തിന് റൈറ്റ് സൈഡിലേക്ക് ആയിട്ടുള്ളതായിരുന്നെങ്കിൽ ഒരു 10 ലെവൽ ഉണ്ടായിരുന്നെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 10 നോഡേ ഉള്ളൂ. ഈ റൈറ്റ് സൈഡ് മാത്രം നോക്കുക. എ റൈറ്റില് സി റൈറ്റില് എച്ച് എൻ സൈഡിൽ വേറെ എന്തെങ്കിലും ഒരു അങ്ങനെ 10 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അറേ റെപ്രസെന്റേഷൻ യൂസ് ചെയ്യുകയാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ക്രിയേറ്റ് ആൻ അറേ ഓഫ് സൈസ് 2^10. കാരണം എന്തുകൊണ്ടാ? നമുക്ക് ഇതിന്റെ ലെഫ്റ്റിലുള്ളത് ഇപ്പൊ എ എന്ന് പറയുന്ന നോഡിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ബ്ലാങ്ക് ആയിരിക്കും. അപ്പൊ ആ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലം കണ്ടോ? ഇവിടെ തന്നെ നോക്കി നോക്കും. ഈ ജെ കഴിഞ്ഞിട്ട് ഈ എഫിന്റെ ലെഫ്റ്റ് ബ്ലാങ്ക് ആണ്, എഫിന്റെ റൈറ്റ് ബ്ലാങ്ക് ആണ്, ജിയുടെ ലെഫ്റ്റ് ബ്ലാങ്ക് ആണ്, പിന്നെ ജിയുടെ റൈറ്റിലാണ് കെ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു 3 ബ്ലാങ്ക് സ്പേസ് വന്നത്. സോ അപ്പം എന്തുകൊണ്ടാണ് അറേ റെപ്രസെന്റേഷൻ നോട്ട് ഗുഡ് ഫോർ എ ട്രീ? ഇഫ് ദ ട്രീ ഇസ് എ സ്ക്യൂ ട്രീ, ലെറ്റ് സേ ഇറ്റ്സ് എ റൈറ്റ് സ്ക്യൂ ട്രീ. സ്ക്യൂ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡ് ഓരോ ലെവലിലും ഓരോ നോഡ് മാത്രമുള്ള ഒരു ട്രീനെയാണ് സ്ക്യൂ ട്രീ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു നോഡുണ്ട്, അതിന്റെ റൈറ്റ് ചൈൽഡ് എല്ലാത്തിനും ഒരു 10 നോഡുണ്ട്, അതിന് റൈറ്റ് ചൈൽഡുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഉള്ളതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് അറേയുടെ സൈസ് എത്ര വേണം? 2^10 വേണം. ഓക്കെ, സോ 10 ആയപ്പോ തന്നെ അത്രയും. അപ്പൊ ഒരു 100 ഒക്കെ ആണെങ്കിൽ 2^100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ മെമ്മറി യൂസ് ചെയ്താൽ പോലും നമുക്ക് അത്രയും നമ്പർ ഒരു സൈസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് വൈ വി ഗോ ഫോർ ദിസ് ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ. ലിങ്ക് ലിസ്റ്റ് എങ്ങനെയായിരിക്കും? ഓരോ നോഡിനും ഒരു വാല്യൂ കീപ്പ് ചെയ്യാനും അതിന്റെ ലെഫ്റ്റ് പോയിന്റർ റൈറ്റ് പോയിന്റർ കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ ലാബിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ എനിവേ ഓടിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ നോഡിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും വരിക? സോ സ്ട്രക്ട് ടി നോഡ് എന്ന് ഞാൻ എഴുതി. അതിൽ എന്തൊക്കെയുണ്ട്? ഇതേപോലത്തെ ഒരു ടി നോഡിന്റെ പോയിന്റേഴ്സ് 2 എണ്ണം ഉണ്ട്. അതുകൊണ്ടാണ് സ്ട്രക്ട് ടി നോഡ് സ്റ്റാർ ലെഫ്റ്റ്, സ്ട്രക്ട് ടി നോഡ് സ്റ്റാർ റൈറ്റ് കൊടുത്തത്. പിന്നെ എന്തും കൂടെ ഉണ്ട്? അതിൻ്റെ അകത്തൊരു ഡേറ്റയും ഉണ്ട്. ലെറ്റ് us say ഇതിന്റെ അകത്ത് ഒരു ഇൻഡിജർ ഡേറ്റ ആയിരുന്നെങ്കിൽ അതിന് നമ്മൾ ഇൻഡ് ഡേറ്റ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. ഓക്കെ ആണോ? പിന്നെ അവസാനം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റേഷൻ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇനീഷ്യലി വി have a variable called root which will point to the root of the tree. Initially we make it as null. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനത് അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ, സോ അപ്പൊ ഇനി അടുത്തതാണ് ട്രീ ട്രാവേഴ്സർ. ആവശ്യത്തിന് ബോറടിച്ചോ? വെറുതെ എസ് എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോളൂ.
ഇറ്റ്സ് ഓക്കെ. ഇല്ല, ഉണർന്ന് ആവശ്യത്തിന് ബോറടിച്ചു. ഓക്കെ ഓക്കെ, ശരി, ഗുഡ്. ശരി. സോ നമുക്കിനി നേരെ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഫിഗർ ഞാൻ അയച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് കിടക്കാം, which is our tree traverser. So within the next 10 minutes or after 10 minutes, everyone who is listening should know how to do in order, pre-order and post-order traverser. Okay ആണോ? ശരി. സോ ഗെറ്റ് റെഡി. അപ്പൊ ഞാന് ഓരോ നോഡിലും 2 ചെവിയും ഒരു താടിയും കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് ഒരു 2 കണ്ണും ഒരു 2 ചെവിയും ഒരു താടിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണേ, ഇവിടെ ഒരു പോയിന്റർ, ഒരു ഏറ്റവും റൂട്ടിന്റെ തലയിൽ ഞാനൊരു പോയിന്റർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രീ ഓർഡർ കാണാൻ പോവുകയാണെ. അപ്പം നമ്മൾ എന്താ ഇതിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടെ നിന്ന് ഇപ്പൊ ഈ മൗസ് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സോ ഇത് ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഇങ്ങനെതാ ഈ മൗസ് പോകുന്ന ഈ വഴി കൂടെ ഇങ്ങനെ പോയി ഇതാ ഈ മൗസ് പോകുന്ന വഴി കൂടെ ഇങ്ങനെ കറങ്ങി. അപ്പൊ ഇതൊരു നിങ്ങൾക്കൊരു ഒരു കുറേ ഈ ഓരോ മുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമുകളാണ്. ആ റൂമിനെ കണക്ട് ചെയ്യുന്ന ഒരു വാളാണിത്, ഒരു ടോപ്പ് വ്യൂ ആണ് എന്നുള്ളത് സങ്കല്പിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇതാവുന്ന സമയത്ത് നമ്മളിതാ ഇങ്ങനെ ഒരു ട്രാവൽ നടത്തി, ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഒരു മ്യൂസിയത്തിന്റെ അകത്തുള്ളതാണ്. കുറേ റൂമുകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇതിലേക്കൂടെ പോയി ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഒക്കെ പോയി അവസാനം തിരിച്ച് ഇവിടെ എത്തുന്നു. ഇതാണ് നമ്മുടെ കളി. ഓക്കെ ആണോ? ഇവിടെ കിട്ടിയോ? എന്താണ് ട്രാവലിംഗ് എങ്ങനെയാന്നുള്ളത് മനസ്സിലായോ എവരിവൺ? എങ്ങനെ നടക്കണം? ഇതെന്താണ്? ഇതൊരു ടോപ്പ് വ്യൂ ആണ്. എന്തിന്റെ? കുറേ റൂമുകളുണ്ട്. ആ റൂമിന്റെ സൈഡിലൊക്കെ ഓരോ വാളുകളാണ് ആ ആരോ വെച്ച് കാണുന്നത്. നമ്മൾ അതിന്റെ ചുറ്റിനും നടന്ന് കാണുന്നു. ഇനി ആ ഓരോ റൂമിന്റെ അകത്തും 3 വിൻഡോസ്. ഈ ലെഫ്റ്റ് ചെവിക്ക് പകരം, ലെഫ്റ്റ് ചെവി എല്ലാം എന്ത് കളറിൽ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്? ഗ്രീൻ കളർ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ ഗ്രീൻ കളർ ആയിട്ടുള്ളത് സാധനം കാണുമ്പോൾ അപ്പൊ അതിന്റെ അകത്തേക്ക് നോക്കിയിട്ട് എന്താണ് നമ്പർ എന്നുള്ളത് നോക്കും. ഇവിടെ കിട്ടിയോ? നോക്ക്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഏതാണ്? ഡോറുകൾ 3 എണ്ണം ഉണ്ട്. ഗ്രീൻ, then there is a red and there is a blue. ഗ്രീൻ മാത്രം, ഗ്രീൻ എത്തുന്ന സമയത്ത് അതിന്റെ അകത്തുള്ള നമ്പർ എന്താണോ എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ പ്രിന്റ് ചെയ്താൽ എന്ത് വരും? അങ്ങനെ പ്രിന്റ് ചെയ്യുന്ന സാധനമാണ് ഇതിന്റെ പ്രീ ഓർഡർ ട്രാവൽസ്. നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം പോയി ആദ്യം ആരെയാ കാണുന്നത്? ഏത് നമ്പർ ആദ്യം കാണുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഏത് വിൻഡോ ആണ് നമ്മൾ ആദ്യം കണ്ടത്? ഈ ഗ്രീൻ വിൻഡോ അല്ലേ കണ്ടത്? ആ ഗ്രീൻ വിൻഡോക്ക് അകത്ത്, ആ റൂമിന്റെ അകത്ത് എന്ത് നമ്പറാ ഉള്ളത്? ഇതിന്റെ അകത്ത് എന്ത് നമ്പറാ ഉള്ളത്? എനിവൺ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വിഷമം ഉണ്ടെങ്കിൽ 7. യെസ്. ഗുഡ്, വെരി ഗുഡ്. കുറെ പേര് പറഞ്ഞു. ഓക്കെ. സോ അപ്പൊ ആദ്യം പ്രീ ഓർഡറിലെ ആദ്യത്തത് 7 വന്നു. എന്നിട്ട് ഇങ്ങോട്ട് നടന്ന് ഇവിടെ ഇപ്പൊ ആരെ കണ്ടു? അടുത്ത ആരെ കണ്ടു? 5. ഓക്കെ. അടുത്ത വെരി ഗുഡ്. അടുത്ത നടന്ന് കഴിഞ്ഞപ്പോ ആരെ കണ്ടു? 5 ഒക്കെ കഴിഞ്ഞ് ഇതുവരെ എത്തിയപ്പോ ആരെ കണ്ടു? ഒരു ഗ്രീൻ 2നെ കണ്ടു. എന്നിട്ട് ഇതിലേക്കൂടെ നടന്ന് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോ വീണ്ടും ഒരു ഡോർ അല്ലെങ്കിൽ വിൻഡോ, അതിന്റെ ഇടയ്ക്കൂടെ നോക്കിയപ്പോ ആരെ കണ്ടു? 3. വെരി ഗുഡ്. ഇതിനെ കറങ്ങി വലം വെച്ച് പോയി ഇതിലേക്കൂടെ പോയി നോക്കിക്കോണേ. ഇതിലേക്കൂടെ പോയി ഇവിടെയൊക്കെ വേറെ ഡോറുകളൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ വിൻഡോ കാണുന്നുണ്ട്. കാരണം നമ്മൾ അവിടെ ഓൾറെഡി കണ്ടതാണ്. അത് കാരണം നമ്മൾ നോക്കുന്നൊന്നുമില്ല. വേറെ ഒരു വിൻഡോയും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ പോയി പിന്നെ ആരെ കണ്ടു? ഇവിടെ എത്തിയപ്പോ പിന്നെ ആരെ? 6നെ കണ്ടു. സോ ഇതിലെ വട്ടം വെച്ച് ഇതിലെ കൂടെ പോയി ആരും കാണുന്നില്ല. ഗ്രീൻ ആയിട്ടുള്ള ഒരു വിൻഡോയും കാണുന്നില്ല. അതാ ഇവിടെ പോയി പിന്നെ വന്നപ്പോൾ
യെസ്, വെരി ഗുഡ്. 15. പിന്നെ ഇതിലേക്കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്നു. ഇവിടെ എത്തിയപ്പോൾ 1. വെരി ഗുഡ്. പിന്നെ കറങ്ങി തിരിഞ്ഞു പോയി 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 ഇവിടെ എത്തിയപ്പോൾ 14. പിന്നെ ഇതിനെ വലം ചുറ്റി പോയിട്ട് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ നീല നീല അല്ല നീല ഒന്നും നമുക്ക് വേണ്ട. കറങ്ങി 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 വന്നു. പിന്നെ ആരെ കണ്ടു? 20. വെരി ഗുഡ്. അത് കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങി 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 പോയി ഏറ്റവും മുകളിൽ തിരിച്ചെത്തുകയും ചെയ്തു. സോ വാട്ട് വി ആക്ച്വലി അച്ചീവ്ഡ് ഈസ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ. അപ്പൊ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രീ ഇതേപോലെ വരച്ചു തരികയാണെങ്കിൽ അതിനൊരു ഇടത് ചെവി വലത് ചെവി ഒരു താടി അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇടത് ചെവി കാണുമ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുക. ഇടത് ചെവി കാണുമ്പോൾ എന്ത് ചെയ്യുക? അതിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യുക. ഓക്കെ ആണോ? പിടി കിട്ടിയോ? പ്രീ ഓർഡർ ട്രാവേഴ്സൽ. ഓ സോറി കുട്ടികളെ, എന്റെ ഇവിടുത്തെ നെറ്റ് പോയേ. ഒരു സെക്കൻഡ്, ഒന്നൊന്ന് ഹോൾഡ് ചെയ്യണേ. സോറി. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ആ ഓക്കെ, ശരി. നമുക്ക് കഥകൾ വീണ്ടും തുടങ്ങാം. സമയമില്ല. ഓക്കെ, ഇനി അടുത്ത ട്രിപ്പിൽ നമ്മൾ അടുത്ത ഇതേ ട്രിപ്പ് തന്നെ അടിക്കുക. ഇനി നമ്മൾ ഏത് വിൻഡോ ആയിരിക്കും നോക്കുന്നത്? ചുവപ്പ് വിൻഡോയിൽ കൂടെ നോക്കണം. അതായത് താടി കൂടെ നോക്കണം. ഇൻ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഇൻ ഓർഡർ. സോ നമുക്ക് നോക്കിക്കളയാം. ഓടി വന്നു 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 വന്നു. ആദ്യം കാണുന്ന താടി ഏതായിരിക്കും? ആദ്യം കാണുന്നത് ചുവപ്പ് താടി. യെസ്, 2 ആയിരിക്കും. സോ ഇൻ ഓർഡർ ആദ്യം 2 കണ്ടു. പിന്നെ ഇതിലേക്കൂടെ വന്നു 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 വന്ന് പിന്നെ കാണുന്നത് 3. വെരി ഗുഡ്. സോ 3 കണ്ടു. ഇങ്ങനെ ഇതിലേക്കൂടെ പോയി 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 അടുത്തത് കണ്ടത് 5. ശരി. പിന്നെ നടന്ന് എല്ലാവരും പല പല ആൾക്കാർ ആൻസർ ചെയ്തോളൂ കേട്ടോ. നടന്ന് വന്നു. അടുത്ത കണ്ടത് 6. അടുത്ത ഇതിലേക്കൂടെ പോയി 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 ഇവിടെ അടുത്ത താടി 7. പിന്നെയോ? പിന്നെ ഇങ്ങനെ വന്ന് ഇത് പച്ചയാണ്. പച്ച 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 ചുവപ്പ്. പിന്നെ കണ്ടതോ 1. ദെൻ ഇത് പോകുന്നു. പിന്നെ 14 കാണുന്നു. ഇതിലേക്കൂടെ കറങ്ങി തിരിഞ്ഞു വരുന്നു. ഇതിലേക്കൂടെ എത്തി. ഇവിടെ 15 കാണുന്നു. ഇവിടെ വന്നപ്പോ 20 കാണുന്നു. പോയി തിരിച്ച് ഇതുവരെ എത്തുന്നു. ദാറ്റ്സ് ഇൻ ഓർഡർ. വെരി സിമ്പിൾ. കിട്ടിയോ? യെസ്. അങ്ങനാണെങ്കിൽ പോസ്റ്റ് ഓർഡറും കൂടെ ഒന്ന് നോക്കി നോക്കാം. പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തൊരു സാധനമാണ് ഇതിന്റെ അകത്ത് കിട്ടേണ്ടത്. 3 2 6 5 14 1 20 15 7 അങ്ങനെ പറഞ്ഞൊരു സാധനമാണ്. നമുക്ക് നോക്കാം. പോസ്റ്റ് ഓർഡറിൽ ഏത് ഡോറിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഏത് വിൻഡോയിലൂടെ ആയിരിക്കും നോക്കുന്നത്? ദിസ് റൈറ്റ് ചെവി, അഥവാ ഈ ഇതിന്റെ അകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന ഏതാണ്? ബ്ലൂ. ശരി. സോ ഇവിടെ വന്നു 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 വന്നു. ഇതുവരെ ആരെങ്കിലും കാണുമോ? ഇല്ല. കാണില്ല 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 കണ്ടില്ല കണ്ടില്ല. ബ്ലൂ ഡോർ ഇതുവരെ കണ്ടില്ല. ബ്ലൂ ഡോർ ഇതുവരെ കണ്ടില്ല. ബ്ലൂ ഡോർ ഇതുവരെ കണ്ടില്ല. ബ്ലൂ ഡോർ കണ്ടു. ആദ്യത്തെ നമ്പർ 3. വെരി ഗുഡ്. ബ്ലൂ ഡോർ കണ്ടു. ഇവിടുന്ന് ഇങ്ങനെ പോയി 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 അടുത്ത നമ്പർ 2. 3 കഴിഞ്ഞു. പിന്നെ അടുത്ത കണ്ടോ? ഇങ്ങോട്ട് പോയി 2.
ഇതിലെ കൂടെ പോയി 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 ഔട്ട്സൈഡ് വന്നു 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 വന്നു. പിന്നെ കാണുന്നത് 2 കഴിഞ്ഞാൽ അടുത്ത 6. വെരി ഗുഡ്. ഹാപ്പി ടു സീ ഡിഫറെന്റ് പീപ്പിൾ ആൻസറിങ്. ഗുഡ്. 6 കഴിയുമ്പോൾ ഇവിടെ വന്നു 5. പിന്നെ ഇങ്ങനെ കറങ്ങി പോയി 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 ഇതിലെ കൂടെ വന്നു, ഇതിലെ കൂടെ വന്നു. അടുത്ത ആരെയായിരിക്കും? അടുത്ത ആരെയാ? ഇവിടെ ഒന്നും കാണുന്നില്ല. നീല നീല കാണുന്നില്ല, നീല കാണുന്നില്ല. Then yes, 14 കിട്ടി. ഇതിലെ കൂടെ കറങ്ങി വന്നു. 1 കണ്ടു. ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. പിന്നെ അടുത്ത ആരെയായിരിക്കും? 15 കാണുമോ? ഇല്ല, 15 കാണൂല. കാരണം 15 ബ്ലൂ എന്ന് പറയുന്ന വേറെ എവിടെയാണ്. ഇതിലെ കൂടെ കറങ്ങി തിരിഞ്ഞു വന്നു. 20 കണ്ടു. ഇവിടെ 15 കണ്ടു. ഏറ്റവും ലാസ്റ്റോ 7 കണ്ടു. ഓക്കെ ആണോ? സോ നമ്മൾ 3 ട്രീ ട്രാവേഴ്സൽ ഞാൻ 2:55 പറഞ്ഞു. ആഫ്റ്റർ 10 minutes everyone should know how to do in order, pre order and post order traversal. everyone done ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇതേപോലെ 3 ചെവി കൊടുക്കുന്നു, കറങ്ങി തിരിഞ്ഞ്. എപ്പോഴും നമ്മൾ പോകുന്ന റൂട്ട് ഒന്ന് തന്നെയാണ്. ഇങ്ങനെ പുറത്തുകൂടെ കറങ്ങി തിരിഞ്ഞു പോകുന്നു. എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? ഏത് ചെവി കാണുന്നു എന്നുള്ളത് വെച്ചിട്ടായിരിക്കും. സോ ഇഫ് ഇറ്റ് ഇസ് ദ ലെഫ്റ്റ് ചെവി, then it is പ്രീ ഓർഡർ. ഇതൊക്കെ വളരെ അൺസ്റ്റാൻഡേർഡ് വേ ഓഫ് ടീച്ചിങ് ആണ്. സോ എനിവേ, സോ ലെഫ്റ്റ് ചെവി കാണുന്ന സമയത്ത് പ്രീ ഓർഡർ, താടി കാണുമ്പോൾ ഇൻ ഓർഡർ, ആൻഡ് വലത് ചെവി കാണുമ്പോൾ പോസ്റ്റ് ഓർഡർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. സോ ആഫ്റ്റർ ദിസ് വൺ യു ഷുഡ് ഫീൽ ലൈക്ക് ഇതൊക്കെ എന്ത്? ആർ യു ഫീലിംഗ് ലൈക്ക് ദാറ്റ്? ഓക്കെ, ശരി. സോ ഗുഡ്. അപ്പം ഒരു കാരണവശാലും ഈ സെഷൻ അറ്റൻഡ് ചെയ്ത് ആരും ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ തെറ്റിക്കരുത്. ശരി. ഇനി അടുത്ത വേറൊരു ഇത്. ഇപ്പൊ ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഇല്ല 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 ഇല്ല, ഞങ്ങൾ ഉറങ്ങില്ല. ഓക്കെ, വെരി ഗുഡ്. ശരി. So let's move on to the next one, something called binary search tree. So binary search treeയുടെ പ്രോപ്പർട്ടി ഇങ്ങനെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു നോഡ് എടുത്തു കഴിഞ്ഞാൽ ആ നോഡിലുള്ള വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും ഇടത് സൈഡിലത്തെ ഏത് നോഡ് എടുത്താലും വലുതായിരിക്കും അതിന്റെ വലത് സൈഡിൽ കിടക്കുന്ന ഏത് നോഡ് എടുത്താലും. സോ ഇടത് സൈഡ്, വലത് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇഫ് യു കൺസിഡർ എനി നോഡ്, all the node on its left subtrees will be lesser than that value and right subtrees will be greater than that value. അതാണ് ഇതിന്റെ ഇത്. നോക്ക്, ലെഫ്റ്റ് subtree of a node contains only nodes with the data lesser than the nodes data. Right subtree of a node contains only nodes with the data greater than or equal to nodes data. Okay ആണോ? ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് subtree of each of the trees നും ഇതേ പ്രോപ്പർട്ടി തന്നെ വേണം. ഏത് നോഡ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ ഇങ്ങനെ തന്നെ വേണം. അപ്പം ഓവറോൾ നമ്മൾ ബൈനറി സെർച്ച് ട്രീ എന്ന് പറയുമ്പോൾ എന്ത് പറയുന്നു? ഒരു നോഡ് എടുക്കുന്നു, റൂട്ട് നോഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള, ലെഫ്റ്റ് സബ്ട്രീയിലുള്ള എല്ലാ ഡേറ്റയും കുറവായിരിക്കണം, റൈറ്റിലുള്ളത് കൂടുതലുമായിരിക്കണം. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ അപ്പൊ ഈക്വൽ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇൻഫാക്ട് ഈക്വൽ ആണ്, നിങ്ങൾ ലെഫ്റ്റിലിട്ടാലും റൈറ്റിലിട്ടാലും പ്രശ്നമൊന്നും വരുന്നില്ല. ഓക്കെ, സോ സാധാരണ നമ്മൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യും. if again same number is coming, അത് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇത് ചെയ്യും. ഓക്കെ, ശരി. സോ അപ്പൊ നമുക്കൊന്ന് ക്വിക്ലി ഒരു ഇൻസേർഷൻ ഓഫ് എ ബൈനറി സെർച്ച് ട്രീ ഒന്ന് നോക്കി നോക്കാം. അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാനൊരു ഒരു 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 ആസ് ഐ പ്രോമിസ്ഡ് സം കോമഡി തിങ് വി വിൽ സി. എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് തിരിച്ചു വരാം. ഓക്കെ ആണോ? അതോ ഇത് തന്നെ മതിയോ? ഇത് തന്നെ മതി? നോ, വി നീഡ് കോമഡി. ഓ ഓക്കെ ഓക്കെ, ഓ ശരി ശരി. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം, മഹാദുഷ്ടനാണ് കേട്ടാ ഞാൻ. നിങ്ങളെ കൊണ്ട് കോമഡി പറയിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ കുറച്ചുപേരെ ഇതിന്റെ അകത്ത് കയറ്റി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. സോ എനിവേ, നമുക്കൊരു കഥയോടുകൂടി കഥയിലൂടെ ഈ ബൈനറി സെർച്ച് ട്രീ ഇൻസേർഷൻ അൽഗോരിതം ഒന്ന് പഠിക്കാം. ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിന്റെ അകത്ത് കുറെ സീറ്റ് നമ്പറുകൾ കണ്ടോ? സീറ്റ് 0,
സീറ്റ് 1, സീറ്റ് 2, സീറ്റ് 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സീറ്റ് നമ്പറും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്റ്റേജിന്റെ അകത്തെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എവിടെയോ കണ്ടതുപോലെ ഇതൊരു ബൈനറി ട്രീ തന്നെയല്ലേ? അതെ, ബൈനറി ട്രീ തന്നെയാണ്. സോ ഈ ബൈനറി ട്രീയിലേക്ക് നമുക്ക് ഈ കുറെ ആൾക്കാർ വരുമ്പോ അവരെ സീറ്റ് ചെയ്യിപ്പിക്കുന്നതിന്റെ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, ഏത് പുതിയ ആള് വന്നാലും അല്ലെങ്കിൽ ആര് ഇതിന്റെ അകത്ത് ഇരിക്കാൻ വന്നാലും അവർ ആദ്യം എങ്ങോട്ട് പോകും? സീറ്റ് നമ്പർ 0 പോകും. ഓക്കെ, സീറ്റ് നമ്പർ 0 പോയിട്ട് അത് ഫ്രീ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? അതിന്റെ അകത്ത് ഇരിക്കും. ഇനിയോ വേക്കന്റ് അല്ല എന്ന് വെച്ചു, വേക്കന്റ് അല്ലെങ്കിൽ അവർ ലെഫ്റ്റ് സൈഡിലോട്ട് പോകണം. ഇഫ് ഇതാണ് ഇതിന്റെ ക്രൂഷ്യൽ സാധനം, ഇഫ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഹിസ് നെയിം കംസ് ബിഫോർ ദ ഓൾറെഡി സീറ്റഡ് പേഴ്സൺ. അതായത് അവിടെ ഇരിക്കുന്ന ആളുടെ പേരുമായിട്ട് നോക്കുമ്പോൾ ആ പോകേണ്ട ആളുടെ പേര് എന്തായാലും, സോ വി ആർ ബിലീവിംഗ് ദാറ്റ് ദർ ആർ നോ 2 പീപ്പിൾ വിത്ത് ദ സെയിം നെയിം. അയാളുടെ പേര് എന്ന് പറയുന്നത് ഇരിക്കുന്ന ആളുടെ പേരിനേക്കാട്ടിലും ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ മുമ്പേ വരികയാണെങ്കിൽ എങ്ങോട്ട് പോകും? ലെഫ്റ്റിലോട്ട് പോകും. കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ റൈറ്റിലോട്ട് പോകും. ഇഫ് ഇറ്റ് ഈസ് അതർവൈസ് ഗോ ടു ദ സീറ്റ് ഓൺ ദ റൈറ്റ്. അപ്ലൈ ദിസ് റൂൾ അഗൈൻ ആൻഡ് അഗൈൻ ടിൽ യു ഫൈൻഡ് എ വേക്കൻസി. ഇതാണ് റൂൾ ഓഫ് സീറ്റിംഗ്. ഓക്കെ ആണോ? ശരി, ഓക്കെ, ശരി. സോ ഇനി നമുക്ക് കുറച്ച് സിനിമാ നടന്മാർ ഇതിൻ്റെ അകത്തോടെ കേറ്റി വിട്ടാലോ? അത് ഒരു ചെറിയൊരു പ്രശ്നമുള്ളത്, ഓൾ ദീസ് ഫിലിം ആക്ടേഴ്സ് ആർ ഗോയിങ് ടു ബി ഓഫ് ജെൻ എക്സ്. നിങ്ങളുടെ പുതിയ ആൾക്കാരൊന്നും ഇല്ല എന്നുള്ള ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ബട്ട് സ്റ്റിൽ വി വിൽ സി. ഓക്കെ, സോ അപ്പൊ ആദ്യമേ കയറ്റം പോകണ ആദ്യമേ വരുന്ന ആരാണ്? മധു സർ. So where will Madhu sir come and sit? Madhu sir ആദ്യമായിട്ട് വന്നു. മധു എങ്ങോട്ടിരിക്കും? മധു will go to seat number 0. ആരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് where will he sit? He will sit at seat number 0. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ആരാ വരുന്നത് നോക്കാം. നെടുമുടി വേടു. So again, what is our rule? He should go to seat number 0 always. So seat number 0 ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ആരിയിരിക്കുന്നു? അല്ല, ഇതാര്? മധുചേട്ടനോ? So this Madhuchetan, since he is sitting, what he will do is he will compare his name with Madhu. So N is coming Nedumudi. N is coming before M or after M? MNOP. Oh, M കഴിഞ്ഞിട്ടാണ് N വരുന്നത്. So Nedumudi will tell, or Madhu will tell, hey Nedumudi, your name comes after me, so you go to right of me. So അയാള് പറഞ്ഞതനുസരിച്ച് നെടുമുടി സാറ് എങ്ങോട്ട് പോകുന്നു? റൈറ്റിലോട്ട് പോകുന്നു. അവിടെ ഒരു ഫ്രീ സീറ്റ് കാണുന്നു. He will be sitting over there. Okay ആണോ? So next person, Suresh Gopi. Where will Suresh Gopi go and sit? So he will also go to Madhu sir. കാരണം നമ്മുടെ ഇതെന്താണ്? The order in which everyone should go to seat number 0 എന്നാണ്. So seat number 0 പോകുന്നു. മധു സാർ പറയുന്നു, hey Gopi, hey Suresh Gopi, your name comes after M. So M ന് ശേഷമാണ് S വരുന്നത്. കാരണം he will go to the right of Madhu. So റൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ എത്തി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? There is already a person sitting over there. His name starts with N. And so where will Suresh Gopi go and sit? Seat number ഏതാണെന്നുള്ളതൊന്ന് പറയാമോ? Yes, multiple answers coming. Yes, seat number 8. District number 8 ഞാൻ എടുത്തു. പിന്നെയാണോ seat number 8 എന്ന് പറഞ്ഞുകൊണ്ട് he will go to seat number 8 and he will sit at this seat number 8. Okay, so let's see who is the next person. Excuse me, Jagdish. Jagdish will first go to Madhu sir and ask. Then Madhu sir will tell, hey Jagdish, your name is starting with J. J comes before M, so go to my left. So where will he go? He will go to the left of Madhu and he will sit over there.
Okay, so next one. Balasna, Kochala. So Mamukaya. So Mamukaya will be coming. Mamukaya, where will he be going first to? Again, Mamukaya will go to Madhusar. Madhusar, Hello Mamukaya. And the way, even though both of our names are starting with M, yours is M-A, M. So M comes after D. So go to the right in the Marino. So right low to boy, Nadamudi, hello, Yemen Mumbai Level. So then end the end of the bottom in the Varaneta. So Nadamudi will send him to seat number 7. Mamukai will be very happy. Aha, Ronaldo the seat number 80. In the Varananda, Mamukai will take the seat number 007. Okay, and last person to come is Lalu Alex. So where will Lalu Alex go? Can you people tell to which seat number he will be going? Logic. This is actually binary search tree insertion. So again, you should start with Madhu. What will Madhu sir tell? LMNOP, L comes before M, so go to my left. He will go to left. Left boy, excuse me, I am here. L comes after J, so you go to my right. And as everyone has pointed out, Lalu Alex will be sitting at seat number 3. Okay, Ano. So this is the seating arrangement with respect to these actors. But even though we use numbers, number insert free seat free position number insert always you should start from the root and then apply this rule again and again till you find a vacant seat or till you find a place wherein you can place that number. Okay, ano ellavarum cheydollo. Okay, sheri ini aduttadu oru cheriyoru karyam kude namukku idinte agathu nokkam. Idinte agathe ഇവർ ഓരോരുത്തരെയും നമ്മൾ തിരിച്ച് സ്റ്റേജിലോട്ട് വിളിക്കുക. അപ്പൊ സ്റ്റേജിലോട്ട് വിളിക്കുന്നതിന് ഒരു പുതിയ റൂൾ ഉണ്ട്. ആദ്യം ആർക്കെങ്കിലും ഒരു ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, സാർ വരൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് പോവില്ല. അവരെന്ത് ചെയ്യും? ആരെങ്കിലും ഇടത് സൈഡിലുണ്ടെങ്കിൽ നമുക്ക് പാസ് ദ ഇൻവിറ്റേഷൻ ടു ദ പേഴ്സൺ ഓൺ യുവർ ലെഫ്റ്റ് ഇഫ് എനി, ഗോ ടു ദ സ്റ്റേജ് ഓൺലി ആഫ്റ്റർ എവരിവൺ ഓൺ യുവർ ലെഫ്റ്റ് സൈഡ് ഹാസ് ഗോൺ. ആൻഡ് എന്നിട്ടോ ആ ഇൻവിറ്റേഷൻ ആർക്ക് കൊടുക്കും? അടുത്ത റൈറ്റ് സൈഡിലുള്ള ആൾക്ക് കൊടുക്കുന്നു. സോ ഇങ്ങനെ ഒരു റൂളാണ്. സോ ദ റൂൾ വെച്ചിട്ട് നമ്മൾ മധു സാറിനെ കോൾ ചെയ്യുന്നു. സോ വിൽ മധു സാർ കം ടു ദ സ്റ്റേജ്? ഇല്ല, മധു സാർ എപ്പോഴേ വരാവുള്ളൂ? എവരിവൺ ഓൺ ഹിസ് ലെഫ്റ്റ് ഹാസ് ഗോൺ. അത് കഴിഞ്ഞാലേ വരാവുള്ളൂ. സോ ഹി വിൽ പാസ് ദ ഇൻവിറ്റേഷൻ ടു ജഗദീഷ്. ജഗദീഷ് പോവോ? വിൽ ഹി ബി ഗോയിങ് ടു ദ സ്റ്റേജ്? നമ്മുടെ റൂൾ എന്താണ്? എവരിവൺ ഓൺ ദ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സ്റ്റേജിലേക്ക് പോകാം. എന്നിട്ടോ റൈറ്റ് സൈഡിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് വരാനും കൂടെ പറയാം. സോ അപ്പൊ ആദ്യം എത്തുന്ന പേഴ്സൺ ആരായിരിക്കും? സ്റ്റേജിലേക്ക് ആദ്യം എത്തുന്ന പേഴ്സൺ ആരായിരിക്കും? ജഗദീഷ് വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ. കാരണം എന്തുകൊണ്ടാ? ഫോർ ഹിം ദർ വാസ് നോബഡി ഓൺ ദ ലെഫ്റ്റ്. അപ്പൊ ജഗദീഷ് കയറി റൈറ്റ് സൈഡിലുള്ള ലാലു അലക്സിന് ഇൻവിറ്റേഷൻ കൊടുത്തു. സോ ഹു വിൽ ബി ദ നെക്സ്റ്റ് പേഴ്സൺ ടു കം ഓൺ ടു ദ സ്റ്റേജ്? നിങ്ങൾ ഇത് ഇട്ടാലും മതി, JKL എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇട്ടാലും മതി. അവരുടെ ആദ്യത്തെ will be the next person. So Lalu Alex, he got the invitation. Yes. So he got the invitation. There is nobody on his left. He will go. Aparo Madhu sir sees that, hey, everyone on my left has gone. So why can't I go? എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആരായിരിക്കും പോകുന്നത്? Madhu sir will go. Then pass the invitation to Nadumudi. Will Nadumudi be the next person to go onto the stage? Is Nadumudi the next person to go? No. Karna someone on his left is still there, so he will be going up. Okay, so he will be passing the invitation to Mamukaya. Mamukaya sees that, nobody is there on seat number 9. Nobody is on my left. So he will go. Mamukaya will go. Nadumudi sees that, so Nadumudi sir will be going.
then passing on to the invitation to Suresh Gopi, and finally last ayalum njanum etti. So this way they will be going on to the stage, and if you look at this, you can analyze that all these, they are standing in the alphabetical order. Okay, allengil ഇതിപ്പോ നമ്പറുകൾ ആയിരുന്നെങ്കിൽ ഇത് sorted order ആയിരുന്നു, sorted ascending order ആയിരുന്നു. Or what we want to tell is that ഈ ഒരു പർട്ടിക്കുലർ ഓർഡർ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഏതൊരാളും അയാളുടെ ലെഫ്റ്റിലുള്ള ആൾക്കാർ പോയതിന് ശേഷമേ അയാൾ പോയുള്ളൂ, അതിനുശേഷം അയാളുടെ വലത് സൈഡിലുള്ള ആൾ പോയി എന്നുള്ളത് is nothing else but the in order traversal. And in short, or the punchline of this one is the in order traversal of a binary search tree gives the data in sorted ascending order. Okay, so in order traversal നടത്തി കഴിഞ്ഞാൽ, ഒരു ബൈനറി സെർച്ച് ട്രീയിൽ in order traversal നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ നമ്പർ സോർട്ടഡ് ഓർഡറിലായിട്ട് കിട്ടും. സോ നമുക്ക് ഒരു സോർട്ടിംഗ് അൽഗോരിതം ടെക്നിക്കാണ് യൂസിങ് ബൈനറി സെർച്ച് ട്രീ. കിട്ടുന്ന നമ്പറിനെ എല്ലാം ഒരു ബൈനറി സെർച്ച് ട്രീ ആക്കുക, ഒറ്റ in order traversal കോൾ ചെയ്യുക, the data will be in sorted order. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ, താങ്ക് യു. ശരി, ഇനി നമുക്ക് അടുത്ത, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വെറും നമ്പേഴ്സ് വെച്ചോണ്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇൻസേർട്ട് 10 ഇവിടെ വന്നു, അടുത്ത 12 എന്ന് പറയുമ്പോൾ 10-നേക്കാളും കൂടുതലായത് കാരണം റൈറ്റിൽ പോയി, അടുത്ത 5 ഇൻസേർട്ട് ചെയ്തു, 10 വെച്ച് കമ്പയർ ചെയ്തു, 10-നേക്കാളും കുറവ് കാരണം ലെഫ്റ്റിലേക്ക് പോയി. ഇനി ഇങ്ങ് താഴെ എവിടെയെങ്കിലും ഇൻസേർട്ട് 30 എന്ന് പറഞ്ഞുകൊണ്ടൊരു നമ്പർ വേണമെങ്കിൽ 10-നേക്കാളും കൂടുതലായ കാരണം 10-നേക്കാളും കൂടുതലാണ് 13, so it will go over here. 12-നേക്കാളും കൂടുതലാണ് 13, so it will come over here. 20-നേക്കാളും കുറവാണ് 13, so it will go over here. 15-നേക്കാളും കുറവാണ് 13, so it will be inserted like this. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. ഓക്കെ, ശരി, ഓക്കെ. സോ ഇനി നോഡ് സ്ട്രക്ചർ, ഇത് ഞാൻ അധികം നീട്ടുന്നില്ല. ഇത് നിങ്ങൾ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ ഉണർന്നിരുന്ന 10-48 പേരോളം ഉണ്ട്. ഇറങ്ങി ഓടും. എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ നേരത്തെ ബൈനറി സെർച്ച് ട്രീയുടെ ഒരു നോഡിന്റെ സ്ട്രക്ചർ. വെറും സാധാ നോഡിന്റെ സ്ട്രക്ചർ പറഞ്ഞതുപോലെ ഈ ബൈനറി സെർച്ച് ട്രീയുടെ സ്ട്രക്ചറും അതേപോലെ തന്നെയാണ് വരുന്നത്. എന്നിട്ട് ഞാൻ ഇതിന്റെ അകത്ത് ഒരു ഇൻസേർഷൻ അൽഗോരിതവും എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഒരു കോഡ് പോലെ എഴുതിയിട്ടുണ്ട്. ബട്ട് കോഡ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ വഴി എനിക്കറിയില്ല എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന്. ഏതെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ പിന്നീടായിട്ടാണേലും എൻ്റെ അടുത്തൊന്ന് ചോദിച്ചോളൂ. എന്തായാലും ഞാൻ ഇതൊന്ന് സെൻഡ് ചെയ്ത് തരാം. സോ ഇത് മെയിൻലി ഇംപ്ലിമെന്റേഷൻ, നിങ്ങളുടെ ലാബ് ഇംപ്ലിമെന്റേഷൻ സമയത്താണ് മെയിൻലി ആവശ്യം വരുന്നത്. ബട്ട് സ്റ്റിൽ ഇഫ് ദേ ആസ്ക് യു ടു റൈറ്റ് ദ അൽഗോരിതം, അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് റൈറ്റ് ഇൻ യുവർ ഓൺ ഇംഗ്ലീഷ് വേർഡ്സ്, ലൈക്ക് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് എന്താണ്, വാട്ട് ഈസ് ദ റൂൾ ഫോർ ഇൻസെർഷൻ എന്നുള്ളത് എഴുതുക. എന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്യൂഡോ കോഡും കൂടെ എഴുതുക. സോ ദാറ്റ്സ് ദ വേ യു നീഡ് ടു ഡു ആൻസറിങ്. അതേപോലെ തന്നെ പ്രീ ഓർഡർ എങ്ങനെയാണ്, പോസ്റ്റ് ഓർഡർ എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒക്കെ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സ്യൂഡോ, ഇൻഫാക്ട് അത് ഫംഗ്ഷൻ കോഡ് തന്നെയാണ്. അതൊരു സ്യൂഡോ കോഡായിട്ടും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ശരി, ഇനി അടുത്ത പെട്ടെന്നൊരു ടോപ്പിക് നോക്കാം, BST ഡിലീഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ബൈനറി സെർച്ച് ട്രീയിൽ ഒരു നോഡ് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് അടുത്തൊരു. സോ അതിൽ 3 കേസസ് വരാം. എങ്ങനെ? നോട്ട് ടു ബി ഡിലീറ്റഡ് ഈസ് എ ലീഫ്. അത് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. Not to be deleted has only one child, and the third case, not to be deleted, has 2 children. So quickly in 3 minutes we will see this one. Not to be deleted is a leaf എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഇതിന്റെ അത് ഈ 7 ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ 7 വെറുതെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം, വേറെ വലിയ പ്രയാസമൊന്നുമില്ല. സോ just delete that 7 alone and we will get the new tree. അപ്പൊ എപ്പോഴും ലീഫ് ആണെങ്കിൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഉള്ള എളുപ്പമുണ്ട്. അപ്പൊ നമ്മുടെ കോഡ് വൈസ് ആണെങ്കിലും അത് ഫ്രീ ആക്കി കൊടുക്കുക വല്ലതും ചെയ്യാൻ പറ്റും. നിങ്ങൾ MLOC വെച്ചിട്ട് അലോക്കേറ്റ് ചെയ്ത സാധനം ഫ്രീ ആക്കുക ഒക്കെ ചെയ്യുന്ന മെത്തഡൊക്കെ കാണുമല്ലോ. അത് പല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. എന്തായാലും നമുക്കപ്പം ഏതാണോ നോഡ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് ലീഫ് ആണ് എന്ന് അറിയുകയാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ ഇതിന്റെ പോയിന്റർ നമ്മൾ
നള്ളാക്കി കൊടുക്കുകയാണ് നമ്മുടെ ഇംപ്ലിമെന്റേഷനിൽ ചെയ്യുന്നത്. സോ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് നമ്മളിപ്പോ പോകുന്നില്ല. സോ ഒരു നോഡേ ഉള്ളെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എ ലീഫ് നോഡ് ഡിലീറ്റിംഗ് ഇറ്റ് ഇസ് വെരി ഈസി. ഇനി അടുത്തതോ, ഇഫ് ഇറ്റ് ഈസ് ഹാവിംഗ് വൺ ചൈൽഡ്, ഒരു ചൈൽഡ്, ഒരു സൈഡിൽ മാത്രം ഒരു ചൈൽഡ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട്, ഇപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ 6ന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ട്രീയേ ഇല്ല, റൈറ്റിൽ മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്യുക, ജസ്റ്റ് അത് സ്വാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ സ്വാപ്പ് ചെയ്യുക എന്നല്ല, ശരിക്കും ഈ 6നെ മാറ്റിയിട്ട് 6 ഡിലീറ്റ് ചെയ്തിട്ട് ആ ഭാഗത്ത് 7 അങ്ങോട്ട് വെച്ചാൽ മതി. ഇത് 7 മാത്രമല്ല, 7ന്റെ താഴത്തേക്ക് വേറെ വലിയൊരു ട്രീ ഉണ്ടായിരുന്നേ പോലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. കാരണം എന്തുകൊണ്ടാ, 6 എന്ന് പറയുന്ന നോഡിന്റെ ലെഫ്റ്റ് സൈഡ് നള്ളാണ്. ലെഫ്റ്റ് സൈഡ് നള്ളായ സ്ഥിതിക്ക് ബാക്കിയുള്ള ആ ഭാഗം കംപ്ലീറ്റ് അങ്ങ് കട്ട് ചെയ്ത് വെക്കുന്നതിന് ഇക്വലന്റ് ആയി. ഓക്കെ, സോ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി തേർഡ് കേസ് ആണ്, ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. ഇഫ് ഇറ്റ് ഈസ് എ node, or if the node that we want to delete have two children, both children, left ഉണ്ട് റൈറ്റ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ അത് 2 എന്ന് പറയുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ലെഫ്റ്റില് 1 ഉണ്ട്, റൈറ്റില് 4 ഉണ്ട്, അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റും സബ് ട്രീസ് നോട്ട് നള്ളാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് എന്റെ കീ പോയിന്റ്, ഫൈൻഡ് ദ ഇൻ ഓർഡർ സക്സസർ. എന്താണ് ഇൻ ഓർഡർ സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ഓർഡർ പ്രകാരം അടുത്ത വാല്യൂ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. നമുക്ക് ഇൻ ഓർഡർ സക്സസറിനെ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ നമ്മൾ മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ, ഇതിലെ കൂടെ നടന്ന് പോയിട്ട് ആദ്യം ആരുടെ താടിയിലെത്തുന്നു അവനായിരിക്കും അതിന്റെ ഇൻ ഓർഡർ സക്സസർ. സോ എന്താ, ടെക്നിക്കലി അല്ല, നോൺ ടെക്നിക്കലി അതായിരുന്നു മെത്തേഡ്. അല്ലാത്ത രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സേ യു ഇൻ ഓർഡർ സക്സസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ട്രീയിലേക്ക് പോവുക, റൈറ്റിൽ പോയിട്ട് അതിന്റെ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് ആയിരിക്കും ഇൻ ഓർഡർ സക്സസർ. സോ എനിവേ ഇൻ ഓർഡർ സക്സസർ ഫൈൻഡ് ചെയ്യാനുള്ള ഇത് നമുക്കറിയാം. ഇൻ ഓർഡർ സക്സസർ ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ നോഡ് നമുക്ക് 2 ആയിരുന്നു ഡിലീറ്റ് ചെയ്യേണ്ടത്, 2ഉം അതിന്റെ ഇൻ ഓർഡർ സക്സസർ ആയിട്ടുള്ള 3യും കണ്ടു, അവന്മാരെ തമ്മിൽ സ്വാപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സ്വാപ്പ് ചെയ്തിട്ട് ഈ പുതിയ സാധനത്തിനെ ഡിലീറ്റ് ചെയ്യുക. നോക്കൂ, ഈ 2ഉം 3യും ആയിരുന്നു അതിന്റെ ഇൻ ഓർഡർ സക്സസർ കണ്ടുപിടിച്ചു, 2ഉം 3യും കൂടെ സ്വാപ്പ് ചെയ്തു, ഇനി 3നെ ഡിലീറ്റ് ചെയ്യുക. ഇപ്പൊ ഈ 3 എന്തായിട്ട് വന്നു, 2 ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഏത് കേസായിട്ട് മാറി, കേസ് 1 ആയിട്ട് മാറി. ഡിലീറ്റ് എ നോഡ് ഫ്രം എ ബൈനറി സെർച്ച് ട്രീ whose which doesn't have any children. ഓക്കെ, സോ അതാണ് മൂന്നാമത്തെ കേസ്. ഇൻഫാക്ട് ഈ ഒരു കേസിൽ നിന്ന് സ്വാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും one among the 2 cases that we have discussed ലോട്ട് എത്തിയതിനു ശേഷം അത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡിലീഷൻ ഇൻ ബൈനറി സെർച്ച്. സോ ഓക്കെ ആണോ? ഡിലീഷൻ 3 കേസസ്. കേസ് 0 if it is a leaf node, case 1 if it is having only one child, case 2 if it is having two children. 2 children ഉള്ള കേസിൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ ഓർഡർ സക്സസർ. അതാണ് ആ മെയിൻ ടേം ദാറ്റ് യു നീഡ് ടു റിമെമ്പർ, ഇൻ ഓർഡർ സക്സസർ. ഓക്കെ, സോ ഇൻ ഓർഡർ സക്സസറിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു. ഇറ്റ് വിൽ ഗോ ടു ഐദർ കേസ് 1 or case 2. കേസ് 1 or case 2 നമുക്കറിയാം. ഓക്കെ ആണോ? Shall we move to the last portion of this? Yes, ശരി. നമ്മുടെ ഇവിടെ ഇത് ഞാൻ ഗീക്സ് ഫോർ ഗീക്സിൽ നിന്നും അടിച്ചു മാറ്റിയ കുറച്ച് സ്ലൈഡുകളാണ്, സ്ലൈഡുകൾ അല്ലെങ്കിൽ അതിന്റെ ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിപ്പം ഒരു പ്രീ ഓർഡറും ഒരു പോസ്റ്റ് ഓർഡറും തന്നു കഴിഞ്ഞാൽ നമുക്കൊരു യുണീക്ക് ട്രീ ആയിക്കോണമെന്നില്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ഓർ ഗിവൺ എ പെയർ ഓഫ് പ്രീ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ, there can be multiple trees with the same pre-order post-order pair. അല്ലെങ്കിൽ അതേ പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും ഉള്ള 2 ട്രീസ് വേണേ വരാം. ഓക്കെ, പക്ഷേ ഇഫ് വി ആർ ഗിവൺ വൺ ഇൻ ഓർഡർ ആൻഡ് പ്രീ ഓർഡർ, അല്ലെങ്കിൽ ഇൻ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ, there is a unique tree. ഓക്കെ, സോ അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പ്രീ ഓർഡറും ഇൻ ഓർഡറും. ഈ പ്രീ ഓർഡർ ഇൻ ഓർഡറിൽ നിന്നും നമുക്ക് യുണീക്ക് ട്രീ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രീ ഓർഡറിന്റെ അകത്ത് ഏറ്റവും ആദ്യം വരുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? പ്രീ ഓർഡർ നമ്മൾ ആദ്യമേ ഒരുത്തന്റെ ഇതിൽ പോയിട്ട് പ്രീ ഓർഡർ എന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് അല്ലേ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ലെഫ്റ്റ് അല്ലേ. സോ ദ ഫസ്റ്റ് വാല്യൂ ഇൻ ദ പ്രീ ഓർഡർ ഈസ് ഗോയിങ് ടു ബി റൂട്ട്. ആണോ? കിട്ടിയോ?
പ്രീ ഓർഡറിലെ ആദ്യത്തെ വാല്യൂ എന്താണ്? റൂട്ടാണ്. അതെല്ലാവർക്കും കിട്ടിയെങ്കിൽ ഒരു വെറുതെ ആണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഇത് ചെയ്തോളൂ. വെറുതെ ആണെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോഴാണോ കുറെ പേര് ഇങ്ങനെ ചെയ്യുന്നത്? അല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. സോ പ്രീ ഓർഡറിലെ ആദ്യത്തെ സാധനം റൂട്ടാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതിന്റെ അകത്തെ റൂട്ട് ഏതാണ്? 0. അതിന്റെ ഇൻഓർഡർ ട്രാവേഴ്സൽ ഒന്ന് എടുത്തു നോക്കാവോ? ഇൻഓർഡർ ട്രാവേഴ്സലിൽ 0 വേറെ എവിടെയോ ആണ് വരുന്നത്. ഇൻഓർഡർ ട്രാവേഴ്സലിൽ 0ക്ക് മുമ്പേ വരുന്ന വാല്യൂസ് എല്ലാം എവിടെയായിരിക്കും? ആ ട്രീയുടെ എവിടെയായിരിക്കും? അതിന്റെ ലെഫ്റ്റ് സബ് ട്രീ ആയിരിക്കും. 0ക്ക് ശേഷം വരുന്നതെല്ലാം അതിന്റെ റൈറ്റ് സബ് ട്രീയുമായി. കിട്ടിയോ? എങ്ങനെ? ആദ്യം നമ്മൾ പ്രീ ഓർഡറിലെ ആദ്യത്തെ വാല്യൂ കണ്ടു, അവനാണ് റൂട്ട്. ആ റൂട്ടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള നോഡുകൾ ആരൊക്കെയാണ് അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഓർഡറിൽ നോക്കി. ഇൻഓർഡറിൽ 0ക്ക് മുമ്പേ വരുന്ന ഈ 3, 1, 4 എന്ന് പറയുന്നത് അത് ഏത് ഓർഡറിലാണെന്നുള്ള ഒന്നും അറിയില്ല. എന്തായാലും 3, 1, 4 0യെ സംബന്ധിച്ചിടത്തോളം 0 എന്ന് പറയുന്ന റൂട്ടിന്റെ ഇടത് സൈഡിലായിട്ടായിരിക്കും വരുന്നത്. ഈ 5ഉം 2ഉം റൈറ്റ് സൈഡിലായിട്ടായിരിക്കും വരുന്നത്. കിട്ടിയോ? ശരി, ഓക്കെ. അപ്പൊ ആദ്യമേ ഇതൊന്നും നോക്കണ്ട. ഇത് റൂട്ടാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതിന്റെ ലെഫ്റ്റ് സബ് ട്രീ ഇതാണ്, റൈറ്റ് സബ് ട്രീ ഇതാണ്. റൈറ്റ് സബ് ട്രീയും ലെഫ്റ്റ് സബ് ട്രീയും നമുക്ക് കിട്ടി. സോ അപ്പൊ അടുത്ത എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ആ 0 കിട്ടി. ഇടത് സൈഡിൽ 3, 1, 4 ഉണ്ട്, റൈറ്റ് സൈഡിൽ 5, 2 ഉണ്ട്. ഇനി നമ്മുടെ പ്രീ ഓർഡറിന്റെ അടുത്ത വാല്യൂവിനെ നോക്കി. അടുത്ത വാല്യൂ ആരാ? 1. ആ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഈ പ്രീ ഓർഡറിൽ നിന്ന് നമ്മൾ റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് സബ് ട്രീയിലോട്ട് പോകുമ്പോൾ ആദ്യം കാണുന്ന നോഡാണ് പ്രീ ഓർഡറിൽ അടുത്ത വരുന്നത്. ഓക്കെ, കിട്ടിയോ? നമുക്ക് പ്രീ ഓർഡറിന്റെ 0 കഴിഞ്ഞിട്ട് പ്രീ ഓർഡറിന്റെ അടുത്ത വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ റൂട്ടിന്റെ റൂട്ട് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്തോ ഉള്ളത് കാരണം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന നോഡാണ് അടുത്ത വരുന്ന വാല്യൂ. സോ ഈ 0ന്റെ ഇപ്പുറത്ത് 3, 1, 4 എന്ന് പറഞ്ഞ 3 നമ്പേഴ്സ് ഉണ്ട്. ഈ 3, 1, 4 ഏതാണ് റൂട്ട് എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ റൂട്ട് എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ പ്രീ ഓർഡർ എടുത്തു, പ്രീ ഓർഡർ അടുത്ത വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കി, അത് 1 ആണ്. സോ എന്തായി? ഇത് 1 ആണ് നമുക്ക് മനസ്സിലായി. കാരണം ഇൻ ഓർഡർ 3, 1, 4 ആണ് കിടക്കുന്നത്. സോ ഇൻ ഓർഡർ 3, 1, 4 ആയത് കാരണം 1 എന്ന് പറയുന്ന ഒരു നോഡ് ഉണ്ടെങ്കിൽ ആ നോഡിന്റെ മുമ്പേ വരുന്നതാണ് 3. സോ 3 ഹാസ് ഗോ ടു ലെഫ്റ്റ് ഓഫ് 1. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഓർഡറിൽ എപ്പോഴാണ് വരുന്നത്? 1 കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ 1 കഴിഞ്ഞിട്ട് വരുന്നത് കാരണം 1ന്റെ റൈറ്റ് ചൈൽഡ് ആയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. നോക്കി നോക്കൂ, 3 എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി, 4 എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിലോട്ട് പോയി. കണ്ടോ? ഓക്കെ, കിട്ടിയോ? ഇനിയോ? ഇനി നമുക്കപ്പം ഇതായി 3 ആയി 4 ആയി. ഇനി ഇപ്പുറത്തെ ഇൻ ഓർഡർ ഉണ്ട്. എങ്ങനെ? ആദ്യം നമ്മൾ എടുത്തതിൽ 0 ഒരു സൈഡിൽ 3, 1, 4 ഉണ്ടായിരുന്നു. അടുത്ത സൈഡിൽ 5, 2 ഉണ്ട്. 5, 2 ഉണ്ടായിരുന്നു. ഇനി ഈ 5, 2നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ 5ലും 2ലും ഏതാ റൂട്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഏതായിരിക്കും റൂട്ട്? പ്രീ ഓർഡറിൽ ആരാണോ ആദ്യം വരുന്നത് അതായിരിക്കും റൂട്ട്. സോ റൂട്ട് എന്ന് പറയുന്നത് ഏതാ? 2 ആയിരിക്കും. 2ന്റെ ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലായിട്ടാണോ 5 വരേണ്ടത്? 2ന്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആയിട്ടാണോ? ലെഫ്റ്റ് ആണ് ഇങ്ങനെ കൊടുക്കുക, റൈറ്റ് ആണ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, വെരി ഗുഡ്. 2 ആൻസറും കിട്ടി. 2 ആൻസറും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. നോക്ക്, ഇതെന്താ ഇൻഓർഡർ? ഇൻഓർഡറിൽ 2ന് മുമ്പേ ആണ് 5 വന്നിരിക്കുന്നത്. സോ 2ന് മുമ്പേ വന്നത് കാരണം എന്തായിരിക്കും? ആ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന്റെ ലെഫ്റ്റ് ആയിരിക്കും. സോ നോക്കൂ, 2ന്റെ ലെഫ്റ്റിലായിരിക്കും ഇത് വരിക. പിടികിട്ടിയോ? ഓക്കെ ആണോ എവരിവൺ? ഇത് സാധാരണ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇൻ ഓർഡർ ആൻഡ് പ്രീ ഓർഡർ തന്നു കഴിഞ്ഞാൽ യുണീക്ക് ട്രീ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതേ ഒരു ഇത് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു അസൈൻമെന്റ് പോലെ തരികയാണ്. പോസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു റിവേഴ്സ് രീതിയിലായിരിക്കും പോകുന്നത്. പോസ്റ്റ് ഓർഡറിൽ ലാസ്റ്റ് ആയിരിക്കും എന്ത് വരിക? ലാസ്റ്റ് ആണ് റൂട്ട് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ തന്നെത്താനൊന്ന് ചെയ്ത് നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻ ഓർഡറും പോസ്റ്റ് ഓർഡറും വെറുതെ വേണേൽ നിങ്ങളൊരു ട്രീ തന്നെ ഡ്രോ ചെയ്തോളൂ. അതിന്റെ ഇൻ ഓർഡറും പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും ഒക്കെ ഒന്ന് എഴുതിക്കോളൂ. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനപ്പോ അറിയാം.
എന്നിട്ട് അതിലെ ഇന്നോർഡറും പോസ്റ്റ് ഓർഡറും മാത്രം നോക്കുക, ഓർഡർ മാത്രം നോക്കിയിട്ട് അതിൽ നിന്ന് ഈ ട്രീ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കുക. ഓക്കെ, സോ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാമെങ്കിൽ ഇത് ഫുൾ മാർക്ക് അടിക്കാൻ പറ്റിയ ഇതിലൊരു സാധനമാണ്. ഗിവൺ ആൻഡ് ഇൻ ഓർഡർ ആൻഡ് പ്രീ ഓർഡർ, അഥവാ ഗിവൺ ആൻഡ് ഇൻ ഓർഡർ ആൻഡ് പോസ്റ്റ് ഓർഡർ ക്രിയേറ്റിംഗ് ദ യുണീക്ക് ട്രീ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ അല്ലാതെ ഒന്ന് നോക്കണം. ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു 3 നോഡുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യുക. ഹൂസ് പ്രീ ഓർഡർ, അതായത് 2 രീതിയിലുള്ള 2 ട്രീ. വേണമെങ്കിൽ ഇങ്ങനെ ഇത്രയും ആലോചിച്ചാൽ മതി. 1 റൈറ്റ് ചൈൽഡ് 2, 1 ലെഫ്റ്റ് ചൈൽഡ് 2. ഇതിന്റെ 2ന്റെയും പ്രീ ഓർഡറും പോസ്റ്റ് ഓർഡറും നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒന്നാണ്. നിങ്ങൾക്ക് എനിവേ ഞാൻ അധികം ഇത് പോകുന്നില്ല, കൺഫ്യൂഷൻ ആക്കുന്നില്ല. സോ എനിവേ യു ഷുഡ് ഹാവ് ആൻ എക്സാമ്പിൾ with at least some 2 or 3 nodes which is having same 2 different trees having same pre-order and post-order travels. Okay ano? So at least now you know, given an in-order and pre-order, how to find out the unique tree. Okay ano? So we started at 235 and we are stopping at 335. Any doubts? സർ മെസ്സേജസിലൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അയ്യോ, എന്താ ഇൻ ഓർഡർ പ്രീ ഡിസിസറോ? അതെനിക്ക് ഒന്ന് ക്വസ്റ്റ്യൻ ആയിട്ടാണോ മറ്റേതാണോ? യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. എങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. ഇൻ ഓർഡർ പ്രീ ഡിസിസർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ ഓർഡർ പ്രീ ഡിസിസർ യൂസ് ചെയ്യാവോ? എവിടെയായിരുന്നു? ഓ സോറി, അത് ഞാൻ വിട്ടുപോയി. ഒരു പണിയാ, എനിക്ക് അല്ലാതെ എനിക്കൊന്ന് അതിൻ്റെ അകത്തൊന്ന് മെസ്സേജ് പോലെ വല്ലതും ഒന്ന് അയച്ചാൽ മതി. നമ്മുടെ ഗ്രൂപ്പിന്റെ അകത്ത് വല്ലതും അയച്ചാൽ മതി. ഡിലീഷൻ ആൻഡ് ബൈനറി ട്രീ. എന്താ മോനെ? ഡിലീഷൻ ആൻഡ് ബൈനറി ട്രീ. ഡിലീഷൻ ഇൻ ബൈനറി സെർച്ച് ട്രീയോ? അതിന്റെ അകത്തല്ലേ? അതിന്റെ അകത്ത് ഇപ്പൊ നമ്മുടെ മെത്തേഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 3 കേസസ് നമ്മൾ നോക്കി. ഈ 3 കേസസ്, മൂന്നാമത്തെ കേസിന്റെ അകത്ത് മേ ബി ഈ ഇൻ ഓർഡർ പ്രീഡിസിസർ കണ്ടിട്ട് അതുമായിട്ട്, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? സോ ഇൻ ഓർഡർ പ്രീഡിസിസറിനെ കാണുന്നു, അതായത് അതിപ്പം ഇവിടെ ആണെങ്കിൽ 2 ഡിലീറ്റ് ചെയ്യണമെങ്കിൽ 1 ഇത് ചെയ്യുന്നു. സോ ദാറ്റ് ഓൾസോ ഷുഡ് വർക്ക്. അതുമായിട്ട് സ്വാപ്പ് ചെയ്തോണ്ടല്ലേ? ഐ തിങ്ക് ഇറ്റ് ഷുഡ് വർക്ക്. ഐ ബിലീവ് സോ. ഇപ്പോഴത്തെ അറ്റ്ലീസ്റ്റ് ദിസ് എക്സാമ്പിൾ വെച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. അതായത് അതിനേക്കാട്ടിലും കുറവുള്ള വാല്യൂ തൊട്ട് മുമ്പേ ഉള്ള വാല്യൂവിനെ അങ്ങോട്ടാക്കുന്നു. ഇറ്റ് ഷുഡ് വർക്ക്. കൊള്ളാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഒരു കാര്യം കൂടെ ഞാൻ ഒരു if you don't mind a feedback form, like what all things you understood, what all things you didn't understand എന്നുള്ളത് ഒരു സെക്കൻഡ് ഞാനൊരു ഒരു ഇതിട്ടാൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ those who can please give your feedback. എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഭാവിയിൽ ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അവർക്ക്. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ വിത്ത് സെൻഡിങ് മീ ആക്സസ് കൂടെ കൊടുക്കണം. ആക്സസ് കിട്ടുന്നില്ല.
ഓ ഞാനത് ഇപ്പൊ ഇന്ന് ക്രിയേറ്റ് ചെയ്തതാ. ആ ഗ്രൂപ്പിലോട്ട് ഞാൻ ഷെയർ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഓ സാർ ആയിക്കോട്ടെ. ആയിട്ട് മതി. ഞാൻ അപ്പോഴത്തേക്ക് ഞാനൊന്ന് അത് ഇതായിക്കോട്ടെ. ഓക്കെ ഓക്കെ. എന്തായാലും വെരി ഹാപ്പി ടു സീ സോ മെനി. ലാസ്റ്റിൽ എത്തിയപ്പോഴും കുറെ പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ശരി, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഞാൻ നാളെ അല്ല, നാളെ ഞാൻ ഒരു ഗ്രാഫിന്റെ ഒരു സാധനം കൂടെ എടുക്കുന്നുണ്ട്. ഗ്രാഫ്. സോ ഓക്കെ യു ഓക്കെ. ക്യാൻ those who have time can join. നാളെ എത്ര മണിക്കായിരിക്കും സെക്ഷൻ? നാളെ നമുക്ക് ടൈം ആണോ? അല്ല, സെയിം അല്ല, എനിക്ക് രാവിലെ ആക്കിയാലോ എന്നായിരുന്നു ആലോചിക്കുന്നത്. ഒരു അളക ചേച്ചി എന്ത് പറഞ്ഞായിരുന്നു? ആണോ